അടുത്ത പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതിൽ ഫസ്റ്റ് നമുക്ക് നേരത്തെ ഫണ്ടമെൻ്റൽ അല്ലാത്ത കേസ് വന്നാൽ എങ്ങനെയാണ് ഇൻ്റഗ്രൽ കാണുക എന്നുള്ളതിൻ്റെ ഐഡിയ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഫസ്റ്റ് പഠിക്കുന്ന മെത്തേഡ്. ആദ്യം ഇതൊന്ന് തറാവാം. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻ്റഗ്രൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റലിലെ ടേമിലേക്ക് മാറ്റും. ഓക്കെ, നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ സാർ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഇൻ്റഗ്രൽ ഒരു എക്സാമ്പിൾ നോക്കും. എഫ് ഓഫ് എക്സ് ഒരു ഫങ്ഷൻ ഉണ്ട്, അതിന് പവർ ഉണ്ട്. പിന്നെ ഈ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്, ഇത്ര എഫ് ഡാഷ് എക്സ് ഉണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് വിത്ത് റെസ്പെക്ട് എക്സുമാണ്. എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് എക്സ്. +2 കേട്ടോ ഒരൊറ്റ ഇൻ്റഗ്രൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതുകൊണ്ട് ആ വേരിയബിൾ വിത്ത് റെസ്പെക്റ്റ് വേണം. ഇനി ഹയർ സ്റ്റഡീസിനാകുമ്പോൾ ഡബിൾ ട്രിപ്പിൾ ഇൻ്റഗ്രലൊക്കെ വരും. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് കുറേ എണ്ണം ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെയൊക്കെ മാറ്റങ്ങൾ +2 ലെവലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ ഇൻ്റഗ്രൽ കാണും? അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ഐഡിയ നമുക്കില്ല. എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു എൻ എഫ് ഡാഷ് എക്സ്, നമുക്കൊരു സൈന് കോസ് അങ്ങനത്തെ ഒക്കെ അറിയുള്ളൂ. എക്സ് റേസ് ടു എൻ അതൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പഠിച്ച ഒരു ഐഡിയയിലേക്ക് മാറ്റും. അതെങ്ങനെ? അതിന് ഇവിടെ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഐഡിയ. ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇതിലൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് സാധാരണ വെച്ചാൽ ഈക്വൽ ടു ടി ആയിട്ടാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് ടി എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് വിത്ത് റെസ്പെക്റ്റ് എക്സ് ഡെറിവേറ്റീവ് ചെയ്യുക, ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് തന്ന ഇൻ്റഗ്രലിലെ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവിന് ടി ആണ് വേരിയബിൾ എങ്കിൽ ഡി ടി കൂടെ വേണം. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവിനെ ഡി ടീൻ്റെ ടേമിൽ എഴുതാം. നോക്ക് കാണിച്ചു തരാം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യും. അപ്പോൾ എഫ് ഡാഷ് എക്സ്. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സിന് ഡി ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ട്, അങ്ങനെ എഫ് ഓഫ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ ഡെറിവേറ്റീവിനെ ഡി ടീൻ്റെ ടേമിൽ ചെയ്ത് ഡി ടി ഈക്വൽ ടു ആ ഡെറിവേറ്റീവ് ചെയ്ത് ആ ഡെറിവേറ്റീവിന് ഡി ടീൻ്റെ ടേമിൽ ചെയ്ത് അതിനെന്താ വെച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡി ടി ബൈ ഡി എക്സ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സിന് ഡി ടി എന്ന് കൊടുക്കും. അപ്പോൾ ഇതെന്തായി മാറി? ഇൻ്റഗ്രൽ ടി റൈസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി ഇങ്ങനെ ആയിട്ട് മാറി. ഓക്കെ അല്ലേ? അപ്പോൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ഡി എക്സ് അവിടെ ഉണ്ടാകാൻ പറ്റില്ല. ടി ആണ് വേരിയബിൾ എങ്കിൽ ഇവിടെ ഡി ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് വരേണ്ടത്. അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്യരുത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് നിങ്ങൾ ടി എന്ന് കൊടുത്തു, സർ എന്തിനാ ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നത്? ഇപ്പോൾ ടി റേസ് ടു എൻ ഡി എക്സ് അങ്ങനെയൊക്കെ വന്നുകൂടെ? പറ്റൂല. ടിയിലേക്ക് മാറ്റിയാൽ പിന്നെ ഫുള്ള് ടീൻ്റെ ടൈമിലാവണം. ഈ ഡി എക്സ് പിന്നെ ഉണ്ടാവില്ല, ഡി ടി ആവണം. അതിനാണ് ഡെറിവേറ്റീവ് കൂടെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡെറിവേറ്റീവ് ഡി ടി എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഫണ്ടമെൻ്റൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് പഠിച്ചില്ലേ? അതേപോലെ തന്നെയാണ് ഈ വേരിയബിൾ മാറിയാൽ ഇൻ്റഗ്രൽ വരിക.
ഇപ്പം ടി റൈസ് ടു എൻ ഡി ടി. ഓക്കെ അല്ലേ? എക്സിന് പകരം എക്സും ഡി എക്സിന് പകരം ടി ഡി ടി ആയാലും ഇതിൻ്റെ അതേ ഇൻ്റഗ്രലാണ് വരിക. ഇതിൻ്റെ അതേ കൺസെപ്റ്റിലാണ് ഇൻ്റഗ്രൽ വരിക. എന്താ വരിക? ടി റൈസ് ടു എൻ പ്ലസ് 1/n+1+. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റലൊക്കെ എക്സും ഡി എക്സിനും പകരം ടിയും ഡി ടിയും അല്ലെങ്കിൽ എമ്മും ഡി എമ്മും അല്ലെങ്കിൽ എച്ചും ഡി എച്ചും ആ എക്സും ഡി എക്സിനും പകരം നമ്മൾ ഫണ്ടമെൻ്റൽ കുറേ പഠിച്ചു. അത് വന്നാൽ അത് എഴുതിയതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്തിട്ട്. വേരിയബിൾ മാത്രം ഇങ്ങനെ മാറ്റി കൊടുത്തു. അപ്പോൾ ഈ ആൻസറിൽ എക്സ് റേഷ്യോ ഡി എക്സ് ഇതാണെങ്കിൽ ടി റേഷ്യോ ഡി ടി ഇതായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതെങ്ങനെയാണ് എക്സിൻ്റെ എങ്ങനെയാണ് ഇത് അതേപോലെയാണ് ബാക്കിയുള്ളതിൻ്റെ ഇത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റലിലേക്ക് മാറി. റെഡി അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നേരിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റലിലേക്ക് ഈ മാറ്റുന്ന രീതി ഒരു രീതിയാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ചുരുക്കിയാക്കി അതിൻ്റെ ആൻസർ ഇതാണ് വരുന്നത്. എന്നിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടിയതിന് ശേഷം ടിക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എഫ് ഓഫ് എക്സ്. അത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ആണെങ്കിൽ ഒരു ഫോർമുല ആക്കി നിങ്ങൾക്ക് ഒരു ഐഡിയ ആക്കി ഇത് വെക്കാം. ഒരു ഫങ്ഷന് പവർ ഉണ്ട്, ആ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടുണ്ട്. ആണ് ഇതിൻ്റെ ആൻസർ. ആ ഫങ്ഷൻ റൈസ് ടു n+1/n+1+c. കുറേ പറയാനുണ്ട്, കുറേ ഐഡിയ ഇത് വെച്ച് ചെയ്യാം. അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഐഡിയയിലൂടെ ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ ബൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റലിലേക്ക് മാറ്റാം. ഇനി വേറൊരു ഐഡിയ നോക്കാം. ഇതിൽ എഫ് ഡിനോമിനേറ്ററായ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ കൂടെയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് കൂടുള്ളതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് കൂടെയുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സിന് ടി എന്ന് കൊടുക്കും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ അവിടെ ഡി എക്സ് ഉണ്ടാകാൻ പറ്റില്ല. ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് വരേണ്ടത്. ടി ആണ് വേരിയബിൾ എങ്കിൽ ഡി ടി ആണ് കൂടെ ഉണ്ടാവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെന്തായി മാറും? ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ്, എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി ബൈ ടി. എന്താ വരിക? ഡി എക്സ് ബൈ എക്സ് എന്താ? ലോഗ് മോഡ് എക്സ്. അതേ ഐഡിയ തന്നെ അത്. അപ്പോൾ ഇത് ലോഗ് മോഡ് ടി നമ്മളെ ഫണ്ടമെൻ്റലിലേക്ക് മാറ്റാം. പ്ലസ് ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ആൻസർ എപ്പോഴും ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി മോഡലായിരിക്കും വരിക. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമ്മൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ എം എക്സ്. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ എം എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എം എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിൽ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടണ്ടോ നോക്കാം. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, പക്ഷെ ഇവിടെ സൈൻ എം എക്സ് ആണ്. അപ്പോൾ എം എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എം എക്സ്. എം എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഡി ടി ബൈ ഡി എക്സ് എം എന്ന് വരും. അപ്പോൾ ഡി ടി എം ഇൻറ്റു ഡി എക്സ് എന്ന് വരും. നമുക്ക് എം ഇൻറ്റു ഡി എക്സ് ഇല്ല. അപ്പോൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ടിയെ നമുക്ക് എന്ത് ചെയ്യണം പറ. പിന്നെ ഡി എക്സിന് നമ്മൾ ഡി ടിൻ്റെ ടൈമിൽ എഴുതണം. അപ്പോൾ ഇവിടെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ടി നമുക്ക് സാധാരണ ബാക്കിയുള്ള ഡെറിവേറ്റീവ് കൂടാണ് കിട്ടൽ. പക്ഷെ ഇവിടെ എം എക്സിൻ്റെ ഡെറിവേറ്റീവ് അതെന്താ? എം.
കൂടില്ല. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കുറവാണ്. കോൺസ്റ്റൻ്റ് കുറവ് വിഷയമല്ല കേട്ടോ. കോൺസ്റ്റൻ്റ് കുറവാണെങ്കിൽ അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം, ഇങ്ങോട്ട് എടുക്കാം. കോൺസ്റ്റൻ്റ് മാത്രം കേട്ടോ. അപ്പോൾ ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി ബൈ എം എന്ന് കൊടുക്കാം. ഡി ടി ബൈ എം. അപ്പോൾ ഇതെന്തായി മാറി? സൈൻ ടി. ഡി എക്സ് ഡി ടി ബൈ എം. എം കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കുക. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കത് പുറത്തോട്ടെടുക്കാം. ഇപ്പോൾ സൈൻ എം എക്സ് ഡി എക്സിൻ്റെ സൈൻ എക്സിൻ്റെ അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു പ്രയാസമാണ് എം എക്സ് എന്ന്. അപ്പോൾ അതിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എം കൂടില്ല. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ് കൂടില്ലാത്തത്. കോൺസ്റ്റൻറ്റിൻ്റെ ഒരു കുറവാണ് എവിടെയെങ്കിലും ഉള്ളതെങ്കിൽ വിഷയമല്ല, അത് ഇപ്പുറത്തേക്ക് അങ്ങ് എടുത്താൽ മതി. ആ കോൺസ്റ്റൻ്റ് ഡി ടീൻ്റെ കൂടെ അങ്ങ് എടുത്താൽ മതി. റെഡിയല്ലേ? ബാക്കി കറക്റ്റ്. കോൺസ്റ്റൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് റെഡിയാക്കുക. ഇനി നമുക്ക് ഇൻ്റഗ്രൽ കാണാം. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാം. സൈൻ ടി ഡി ടി. സൈൻ എക്സ് ഡി എക്സിൻ്റെ കാണുന്ന പോലെ മൈനസ് കോസ് ടി പ്ലസ് മൈനസ് കോസ് ടി എം എക്സ് ബൈ എം പ്ലസ് ടിക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടു എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് എന്താണ് വരിക? 2x കൂടേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കൂടണ്ടോ നോക്കുക. ഓക്കെ അല്ലേ? ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കൂടണ്ടെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ കുറേ സ്ഥലം പല കേസ് എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടെ അവിടെ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പല സ്ഥലത്തും നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി റെഡിയാക്കാം. ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ തുറവാകും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഞാൻ ടി എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ് 2x. ഇപ്പം ഡി ടി 2x ഡി എക്സ്. കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് 2x ഡി എക്സ് കൂടണ്ടോ. അപ്പോൾ ഇതെന്തായി? സൈൻ ടി 2x ഡി എക്സിന് എന്തായി? ഡി ടി എന്നായി. ഇനി ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. നേരിട്ട് ടീൻ്റെ ഡെറിവേറ്റീവ് ഡി ടി, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, പിന്നെ എക്സിൻ്റെ ഡി എക്സ്. അങ്ങനെ കഴിഞ്ഞാൽ ടീൻ്റെ ഡി ടി എക്സ് സ്ക്വയറിന് 2x ഡി എക്സ് കറക്റ്റ് ആവും. ഇപ്പോൾ സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ അറിയാം. മൈനസ് കോസ് ടി പ്ലസ് മൈനസ് കോസ് ടി എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് റെഡിയായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. തേർഡ് വൺ. tan raised to 4 root x sec square root x by root x. Tan raised to 4 root x sec square root x by root x dx. Tan root xന്റെ ഡെറിവേറ്റീവ് നോക്കാം. ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ്. ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഡി ടി സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ടാൻ റൂട്ട് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ 2 റൂട്ട് എക്സ് എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ റൂട്ട് എക്സിനേ ഉള്ളൂ.
അപ്പോൾ ഈ 2√x നമുക്ക് വേണ്ടിയിരുന്ന പക്ഷേ √x അതുപോലെ കോൺസ്റ്റൻ്റ് ഒരു കുറവാണ്. അങ്ങനെ ആ കോൺസ്റ്റൻ്റ് ഇങ്ങോട്ട് ടീൻ്റെ കൂടെ എടുത്താൽ മതി. ഇവിടെ ഇല്ലാത്ത ആ കോൺസ്റ്റൻ്റ് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി ടീൻ്റെ കൂടെ. അപ്പോൾ 2dt sec²√x/√x dx ഉള്ളൂ. 2 ഇല്ല. അപ്പോൾ ആ 2 കോൺസ്റ്റൻ്റ് ആണ് മറ്റേ dt-ൻ്റെ കൂടെ എടുക്കുക. അപ്പോൾ അതെന്തായി മാറി? tan√x t എന്ന് കൊടുത്താൽ t⁴, ബാക്കിയുള്ളതിന് 2dt, കോഎഫിഷ്യൻ്റ് പുറത്തെടുക്കാം dt, t⁻n dt മോഡലായി. ഇപ്പോൾ 2 × x⁻n dx മോഡലായി t⁵/5 റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 × t എന്ന് പറഞ്ഞാൽ tan√x, tan√x ⁵5 പ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് tan ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, sine of tan inverse x by ഫങ്ഷൻ്റെ ഉള്ളിലുള്ള tan ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ. അപ്പോൾ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ടാവുക, അങ്ങനെയാണ് അതിന് ടി എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് dt/dx, നമ്മൾ വേണമെങ്കിൽ ടീൻ്റെ dt, tan ഇൻവേഴ്സ് എക്സിൻ്റെ 1/1 + x² ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. എക്സിൻ്റെ കൂടെ dxഉം ടീൻ്റെ കൂടെ dt ഡെറിവേറ്റീവാണ്. ഓക്കെ, tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതെന്തായി മാറി? സൈൻ ടി. അപ്പോൾ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ട്, അതിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോൺസ്റ്റൻറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. അല്ലെ ആ കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്താലും മതി, അങ്ങനെ ചിന്തിക്കണം. ഒരു കോൺസ്റ്റൻ്റ് കുറവായിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് കുറവങ്ങ് നികർത്തൂലേ. അപ്പോൾ സൈൻ ടി ഡി ടി എന്നായി. നമുക്കറിയാം മൈനസ് കോസ് ടി പ്ലസ്. ഇതൊക്കെ ചെയ്ത് റെഡി ആവുക കേട്ടോ. ടി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതൊക്കെ അങ്ങ് ചെയ്ത് റെഡി ആവുക. റെഡിയായെന്ന് വിചാരിക്കും. ഇനി നമ്മൾ എല്ലാ ട്രിഗണോമെട്രിൻ്റെയും പഠിച്ചിട്ടില്ല. എന്ത്? ഇൻ്റഗ്രൽ പഠിച്ചിട്ടില്ല. എല്ലാ ട്രിഗണോമെട്രിയുടെയും ഇൻ്റഗ്രൽ നമ്മൾ കംപ്ലീറ്റ് തറയില്ല. സൈൻ എക്സും കോസ് എക്സിൻ്റെ ഇൻ്റഗ്രലേ അറിയുള്ളൂ. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിക്കില്ല. സീക്ക് എക്സ്, ടാൻ എക്സ്, അതേപോലെ sec²x ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രലാണ് പഠിച്ചത്. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയില്ല. അപ്പോൾ നമ്മൾ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ പോവുകയാണ്. ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്, നെഗറ്റീവിൻ്റെ കുറവ്. അപ്പോൾ കോസ് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സിന് ഡി ടി എന്ന് കൊടുക്കാം. എക്സിൻ്റെ കൂടെ ഡി എക്സും ടീൻ്റെ കൂടെ ഡി ടി ഡെറിവേറ്റീവ് പറയും. നമുക്കിവിടെ സൈൻ എക്സ് ഡി എക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞ കോൺസ്റ്റൻറ്റ് മൈനസ് എന്ന് -1 ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഒരു കുറവ് ഇതിലുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ ചോദിക്കും, സാറേ സൈൻ എക്സിന് ടി എന്ന് കൊടുത്തൂടെ? ഡെറിവേറ്റീവ് എപ്പോഴും മുകളിൽ വരണം. ക്ലിയർ അല്ലേ? ഡെറിവേറ്റീവ് മുകളിൽ വരണം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? ഡി ടിയും ഡി എക്സും എപ്പോഴും മുകളിൽ വരണം. അല്ല ഡെറിവേറ്റീവ് ചിലപ്പോൾ ചില ഫംഗ്ഷൻ്റെ ഒക്കെ താഴേക്കൊക്കെ ആയിട്ട് 1/, ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² എന്നാണ്. ഇപ്പോൾ കൺഫ്യൂഷൻ അങ്ങനെയല്ലേ മതി. ഡി ടിയും ഡി എക്സും എപ്പോഴും മുകളിൽ വരണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെന്തായി മാറി? സൈൻ എക്സ് ഡി എക്സിന് മൈനസ് ഡി ടി.
ബൈ ടി 1 ബൈ ടി ഡി ടിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി 1 ബൈ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ് മൈനസ് ലോഗ് ടി കോസ് എക്സ് പ്ലസ് വേണമെങ്കിൽ ലോഗിൻ്റെ പുറത്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്ക്. ഇനി നേരത്തെ നമ്മൾ കുറേ ഫണ്ടമെൻ്റൽ പഠിച്ചു, സൈന് കോസ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ. അതേപോലെ ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന ഫണ്ടമെൻ്റലാണ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. അത് മറക്കരുത്. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലും അതുപോലെ ഫണ്ടമെൻ്റലായി പഠിക്കണം. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ്. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലും ഫണ്ടമെൻ്റലായിട്ട് പഠിക്കണം. അത് ബൈ ഹാർട്ട് ചെയ്യാം. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ്. ഇനി ടാൻ എക്സ് കഴിഞ്ഞു, ഇനി കോട്ട് എക്സ് അടുത്തു. ഇത് നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ്. സൈൻ എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സ് ഡി ടി. അപ്പോൾ അത് കൂടണ്ട്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടണ്ട്. അപ്പോൾ അതിന് ഡി ടി. ഇതെന്തായി മാറും? ഡി ടി ബൈ ടി. ലോഗ് മോഡ് ടി പ്ലസ്. അതായത് ലോഗ് മോഡ് ടി എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ്. അപ്പോൾ കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇതും ഫണ്ടമെൻ്റലായിട്ട് പഠിക്കണം. കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഇനി അടുത്തത് ഇനി സീക്ക് എക്സ് ആണ് അടുത്തത്. ഇതിനെ 1 ബൈ കോസ് എക്സ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ കിട്ടാനും വേണ്ടി നാം ഒരു ഐഡിയ ചെയ്യുന്നു. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഇതിനെ ഞാൻ മൾട്ടിപ്പിളും ചെയ്യുന്നു, അതേപോലെ അതിനെ കൊണ്ട് ഞാൻ ഡിവൈഡും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ടി എന്ന് കൊടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. എക്സിൻ്റെ ചെയ്യുമ്പോൾ ഡി എക്സ്. ടീൻ്റെ ഡെറിവേറ്റീവ് ഡി ടി. അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഇങ്ങോട്ട് ഡി എക്സ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ മുകളിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇതിന് ടി ടി എന്നും വീണ്ടും ലോഗ് മോഡ് ടി പ്ലസ്, അതായത് ലോഗ് മോഡ് ടി സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പഠിച്ചു വെക്കാം.
ഫണ്ടമെൻ്റലായിട്ട് നേരത്തെ പഠിച്ചതുപോലെ ഫണ്ടമെൻ്റലായിട്ട് സീക്കെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കെക്സ് പ്ലസ് ടാൻ എക്സ് എന്നാണ് പഠിച്ചു വെക്കണം. അടുത്തത് ഇനിയൊരു സാധനം കൂടി ഉണ്ട്, ഫണ്ടമെൻ്റൽ ഇൻ്റഗ്രൽ കാണാൻ കൊസീക്കെക്സ്. ഇതിൻ്റെയും ഇൻ്റഗ്രൽ കാണാനും വേണ്ടി നമ്മൾ കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യും. ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഡിനോമിനേറ്ററിലുള്ളത് കൊസിക് എക്സ് മൈനസ് കോട്ട് എക്സ്. അതിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് കൊസിക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസിക് സ്ക്വയർ എക്സ്, ആ മൈനസും മൈനസും പ്ലസ് ഡി എക്സ് ഡി ടി. അപ്പോൾ കൊസിക് എക്സ് മൈനസ് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിലുള്ളത്, കൊസിക് സ്ക്വയർ എക്സ് മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്. അപ്പോൾ ഇതിന് ഡി ടി എന്ന് വരും, ഇതിന് ടിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലോഗ് മോഡ് ടി പ്ലസ് സി. അപ്പം ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ കൊസിക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് ലോഗ് മോഡ് കൊസിക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ്. അപ്പോൾ 4 ഫണ്ടമെൻ്റൽ എഴുതണം. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിക്കണം, ലോഗ് മോഡ് സീക്ക് എക്സ്. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിക്കണം, ലോഗ് മോഡ് സൈൻ എക്സ്. സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിക്കണം, കൊസിക് എക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിക്കണം, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ നോക്കുക നിങ്ങൾ. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ്, കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ്, സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, കൊസിക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് കൊസിക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഇതിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ ലോഗ് ആയിരിക്കും, ലോഗ് 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 ആയിരിക്കും. റെഡിയായെന്ന് വിചാരിക്കും. ഫൈൻഡ് the following integrals. First question. Sin square x into cos square x dx. Sin cube x into cos square x dx. ഇപ്പം എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടണ്ട നോക്കുക. ഇപ്പം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് കൂടണ്ട്. പക്ഷേ നിങ്ങൾ
സൈൻ എക്സിന് ടി എന്ന് കൊടുത്താൽ നോക്ക്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഉണ്ട്, അതേപോലെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സും ഉണ്ട്. മൈനസ് സൈൻ എക്സ് നെഗറ്റീവിൻ്റെ ഒരു കുറച്ച് പ്രശ്നമല്ല. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് കൂടാണ്. അപ്പോൾ സൈൻ എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സിന് ടി ടി എന്ന്. അപ്പോൾ ഇത് ടി ക്യൂബും ഒരു കോസ് എക്സ് ഡി എക്സിന് ഡി ടിയും പിന്നെ ഒരു കോസ് എക്സും ഉണ്ടാവും. അപ്പോൾ എക്സും ടിയും ആയിട്ടുള്ള ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫുള്ള് ടിയിലേക്ക് വരണം. അപ്പോൾ എക്സും ടി ആയിട്ടും കിടക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ കിട്ടൂല. അപ്പോൾ അതിനുള്ളൊരു ഐഡിയയാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, കോസ് സ്ക്വയർ എക്സിൻ്റെ ടൈമിലേക്ക് എഴുതാം. അപ്പോൾ ഇതിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സിൻ്റെ ടൈമിലേക്ക് എഴുതാം. അങ്ങനെയൊക്കെ സൈനും കോസിൻ്റെ ഒക്കെ പവർ വരുന്നതിൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഇൻ്റഗ്രൽ ചോദിക്കുകയാണെങ്കിൽ സ്ക്വയറുകൾ എടുക്കുകയാണെങ്കിൽ ഒന്നിനെ മറ്റേതിൻ്റെ ടൈമിലേക്ക് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ സ്ക്വയർ എക്സ് അതിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ടി എക്സ്. ഇനി കോസ് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് നെഗറ്റീവാണ്, കുറവില്ല, കുഴപ്പമില്ല. ഒരു കോൺസ്റ്റൻ്റ് ഒരു എന്താ പറയുക എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കാണുമ്പോൾ കൂടെ ഉണ്ടോ നോക്കുക. അതിൽ ഒരു കോൺസ്റ്റൻ്റ് കുറവാണെങ്കിൽ ഒരു കോയിഫിഷ്യൻ്റ് ഇപ്പോൾ 3 സൈൻ എക്സ് എന്നാണ് വേണ്ടിയെടുത്ത് സൈൻ എക്സ് എന്നുള്ളത്. അപ്പോൾ 3ൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് ടീൻ്റെ കൂടെ അങ്ങോട്ട് ഡി ടീൻ്റെ കൂടെ അങ്ങോട്ട് എടുത്താൽ മതി, ചെയ്യുമ്പോൾ റെഡിയാവും. അപ്പോൾ ഇവിടെ കോസ് എക്സിന് ടി എന്ന് കൊടുത്താൽ ഉണ്ടോ ഇതൊക്കെ ടീൻ്റെ ടൈമിൽ എഴുതാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ഡി എക്സിന് ഡി ടീൻ്റെ ടൈമിൽ എഴുതാം. അപ്പോൾ കോസ് എക്സിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ കോസ് സ്ക്വയർ എക്സ്. ഇനി കോസ് എക്സിന് ടി എന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നോക്കിട്ടോ മൈനസ് സൈൻ എക്സ് ഡി എക്സ് അത് ഡി ടി. പക്ഷെ ഇവിടെ സൈൻ എക്സ് ഡി എക്സ് എന്നേ ഉള്ളൂ, നെഗറ്റീവ് -1 അപ്പോൾ കോൺസ്റ്റൻ്റ് കുറവാണ്, അത് അപ്പുറത്തേക്ക് ഡി ടീൻ്റെ കൂടെ എടുത്തത്. കോൺസ്റ്റൻ്റ് കുറവാണെങ്കിൽ കോഎഫിഷ്യൻ്റ് കുറവാണെങ്കിൽ അപ്പുറത്തേക്കാണ്. അപ്പോൾ ഇതെന്താവും, ഇത് ടി ആണ് കോസ് എക്സ്, അപ്പോൾ ടി സ്ക്വയർ ആവും. ഇത് ടി റേസ്റ്റ് ടു 4 ആവും. സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി ആവും. മൈനസ് കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തു ഡി ടി. അപ്പോൾ മൈനസ് കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടി റേസ്റ്റ് ടു 4 ടി റേസ്റ്റ് 4ൻ്റെ ഇൻ്റഗ്രൽ ടി റേസ്റ്റ് 5/5 മൈനസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് ടി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്താൽ അടിയത്തെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടിയത്തെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം അടിയത്തെ എക്സ്പാൻഡ് ചെയ്താൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മുകളിലത്തെ എക്സിനെ ഡിനോമിനേറ്ററിൻ്റെ ടേമിൽ എഴുതാം, എക്സ് പ്ലസ് എ മൈനസ് എ. അപ്പോൾ എക്സ് അല്ലേ, എന്തിനെങ്ങനെ എഴുതിച്ചാൽ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് എ ആ ടേമിൽ എഴുതാം. ഇവിടെ സൈൻ ഓഫ് എക്സ് പ്ലസ് എ മൈനസ് എ അത് നമ്മൾ സൈൻ ഓഫ് എ മൈനസ് ബി മോഡൽ എക്സ്പാൻഡ് ചെയ്യാം, ഇത് 2 ടേം ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ എൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എ, ബീൻ്റെ സ്ഥാനത്ത് എ. സൈന് കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. by sin of x plus dx. Separate sin x plus മൈനസ് അതിൻ്റെ തന്നെ എഴുതിയാൽ മതി. cos x plus a by sin x plus a into sin a. ഈ എ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സൈനയും കോസയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ കോൺസ്റ്റൻ്റ് ആയിട്ട് സൈനയും കോസയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് കണ്ട് കട്ട് ചെയ്താൽ കോസ് കോസ് ബൈ സൈൻ കോട്ട് സൈൻ. നമുക്കിത് സെപ്പറേറ്റ് ചെയ്താൽ കോസ് കോൺസ്റ്റൻ്റ് പുറത്തെടുത്ത് ബാക്കി ഡി എക്സ്, സൈനെ കോൺസ്റ്റൻ്റ് പുറത്തെടുത്ത് ബാക്കി കോട്ട് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ്. കോസ് എ ഇൻറ്റു ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ്, സൈനെ കോൺസ്റ്റൻ്റ് ആണ്. കോട്ട് ഓഫ് എക്സ് പ്ലസ് എൻ്റെ ഇൻ്റഗ്രൽ, കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. അപ്പോൾ എക്സ് പ്ലസ് എക്ക് ടി എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഡി എക്സിന് ഡി ടി എന്ന് കൊടുക്കുക. അപ്പോൾ കോട്ട് ടി ഡി ടി, കോട്ടെക്സ് ഡി എക്സ് എന്താ വരിക? ലോഗ് മോഡ് സൈൻ എക്സ്. അപ്പോൾ കോട്ട് ടി ഡി ടി ലോഗ് മോഡ് സൈൻ ടി. സി അതിൻ്റെ എല്ലാത്തിനും ഒരുമിച്ച് അങ്ങ് കൊടുത്താൽ മതി. അപ്പം ലോഗ് മോഡ് സൈൻ ഓഫ് എക്സ് പ്ലസ് ലോഗ് മോഡ് സൈൻ ഓഫ് എക്സ് പ്ലസ് പ്ലസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ. Integral 2x by 1 plus x square. വൺ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ അതിന് ടി എന്ന് കൊടുക്കുക. അപ്പോൾ എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടണം അതിന് ടി എന്ന് കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് ടി ടിൻ്റെ ടൈമിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആൻസർ ലോഗ് മോഡ് ടി. ലോഗ് മോഡ് ടി 1 പ്ലസ് എക്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ലോഗ് എക്സിന് ടി എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1/x dx. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. 1/x dxന് ഡി ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ 3 പ്ലസ് ടി ലോഗ് എക്സ് ഓൾ ക്യൂബ് ബൈ 3 പ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ.
1 by x plus x log x. x കോമൺ എടുക്കും. അപ്പോൾ 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് അത് കൂടുണ്ട്. ഇതൊക്കെ ചെയ്ത് റെഡി ആവുക കേട്ടോ, അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ഐഡിയ ഒക്കെ പറയുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഡി എക്സ്. ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ലോഗ് റെഡി ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റൽ ഏതിലെങ്കിലും ഒന്നായിട്ട് മാറും. അടുത്ത ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് 2x². 1 പ്ലസ് 2x² ഡെറിവേറ്റീവ് നോക്കാം, 4x dx. പക്ഷേ 1 പ്ലസ് 2x² ടി നോക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് 4x dx കൂടെ ഇല്ല, എക്സ് ഡി എക്സ് ഉള്ളു. അപ്പോൾ 4ൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ 4ന് അപ്പുറത്തേക്ക് അങ്ങ് എടുത്താൽ മതി. കോൺസ്റ്റൻ്റെ കുറവാണെങ്കിൽ കുറവല്ല. അപ്പോൾ റൂട്ട് ടി എക്സ് ഡി എക്സിന് ഡി ടി ബൈ 4 കോൺസ്റ്റൻ്റ് പുറത്തോട്ട് എടുക്കും. ടി റേസ് ടു 1/2 dt 1/4 ടി റേസ് ടു 1/2 ന് ടി 1 പ്ലസ് 2x². ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.